നമസ്കാരം. നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ചെറിയ പാളയന്തരം പഴത്തിൻ്റെ ചെറിയ പഴമായിട്ട് 10 പഴം എടുത്തിട്ടുണ്ട്. അതിനകത്തിൽ വറുത്തിടാൻ വേണ്ടി കുറച്ച് തേങ്ങ, 5-6 നട്ട്സ്, ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വറുത്തിടാൻ മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അരച്ച് വേണം ഇതെടുക്കാൻ. അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നെയ്ക്കകത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ മുന്തിരിങ്ങ ഇട്ടിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കാം. എന്നിട്ട് വേണം തേങ്ങയുടെ ഇതിങ്ങെടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് തേങ്ങയുടെ വറക്കണം. ഇതിനകത്തിട്ട് നമുക്ക് തിരിഞ്ഞ് വെച്ചിരിക്കാൻ തേങ്ങ ഇട്ട് എടുക്കാം. അതുകൂടെ നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് ചുമക്കുന്ന പറയാൻ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ചുമന്ന് വരുമ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലയ്ക്ക, ജീരകം, ചുക്ക് അതുകൂടെ അതിനകത്തോട്ട് ഇടാം. എല്ലാം കൂടെ ഒഴിച്ച് നമുക്ക് ചൂടാക്കി എടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയോടെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരുമിച്ചിട്ട് ഇളക്കി കൂടിയും കൂടെ മിക്സിക്ക് അതിട്ട് അടിച്ചതാണ്. അതിനകത്തിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൊഴുത്തിരിക്കുകയാണ്. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്, പാനിയാക്കി. അതുകൂടെ ഇതിനകത്തുള്ള ശർക്കര പാനി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. മധുരത്തിന് ആവശ്യത്തിന് എത്രയും വേണമെങ്കിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അതിന് മധുരത്തിന് ആവശ്യത്തിനുള്ള നമ്മൾ ചേർക്കുക. നല്ലതുപോലെ ലൂസായിട്ട് വരണം, കട്ടിയായിട്ടിരിക്കരുത്. ചൂടെ വേണം. നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ശർക്കര പാനിയാക്കി എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തെല്ലാം ഒഴിക്കുന്നത്. ഇതിലോട്ട് ഒരു ശകലം ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുകയാണ്. ഇത്തിരി വേണ്ട, കുറച്ച്, ഇത്രയും മതി. ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കിണനപ്പം പോലെ ഇത് പുഴുങ്ങിയെടുക്കാം. കിണനപ്പം പോലെ പുഴുങ്ങിയെടുക്കാനാണ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വെച്ച് അതിനകത്ത് വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയാണ്. എടുത്ത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് നെയ്യ് വരട്ടിയ ഒരു പാത്രത്തിലോട്ട് കോരി ഒഴിച്ച് വെക്കാം. പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റി പിഴിഞ്ഞെടുക്കാം. ഒരു 10 മിനിറ്റ് വരെ വേവണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. രുചികരമായ 4 മണി പലഹാരം റെഡിയായി. ഇതിൻ്റെ കിണ്ണനപ്പം റെഡിയായിരിക്കുന്നു. ഇത് ഏറ്റവും നല്ല സൂപ്പറാണ്. നമ്മളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗോതമ്പ് പൊടിയും പഴവും വീട്ടിലിരിപ്പുണ്ടോ, നമുക്ക് വൈകിട്ടത്തേക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കാം. രാവിലത്തേക്ക് ഉപയോഗിക്കാം. ഇത് നല്ല സൂപ്പറാണിത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.